എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ കായൽ ഷാപ്പ്, രാജപുരം ഷാപ്പ്, ആലപ്പുഴ ജില്ലയിലെ കാവാലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷാപ്പിലേക്കുള്ള യാത്രയിലാണ്. ഞാനിപ്പോൾ പോകുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. AC റോഡ് വഴിയാണ് പോകുന്നത്. കിണങ്കരായി ചെന്ന് വെളിയനാട് റൂട്ട് പോയിട്ട് കണ്ണാടി കഴിഞ്ഞ് കാവാലം, നമ്മുടെ രാജപുരം ഷാപ്പിലേക്കുള്ള ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനിലേക്ക് നിരവധി ആളുകൾ, എല്ലാ ജില്ലകളിലെ ആളുകൾ തേടിപ്പിടിച്ചെത്തുന്ന ഒരു കിടിലൻ ഷാപ്പാണ് രാജപുരം ഷാപ്പ്. അപ്പോൾ നമ്മുടെ ഷാപ്പിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ബോർഡ് കാണാം. ഇതിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇതുവഴി നടന്ന് നമ്മൾ ആ കായലിൻ്റെ കരയിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് നമ്മുടെ ഷാപ്പ് കാണാൻ പറ്റും. അക്കരയാണ് ഷാപ്പ്. അപ്പം അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ട്. വള്ളം വരും, വള്ളത്തെ കൊണ്ടുവന്ന് നമ്മളെ ഷാപ്പിലേക്ക് കൊണ്ടുപോകും. ഫ്രീ സർവീസാണ്. അപ്പം നമ്മളിപ്പം കയറിയില്ലെങ്കിലും കുഴപ്പമില്ല. അവർ വന്നിട്ട് നിങ്ങൾ ഷാപ്പിലേക്കാണോ പോകേണ്ടത് എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോക്കോളും. ഇതൊരു ഫ്രീ സർവീസാണ്. അപ്പം ഈ ചേട്ടനാണ് നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പം എൻ്റെ കൂടെ ഒരു സുഹൃത്തുമുണ്ട്. ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്ന് വണ്ടി എടുത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്, അല്ലാതെ ഷാപ്പിൽ പോകാനൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല. വിഷു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന സമയത്തൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സുഹൃത്ത് സൂരജും ഉണ്ട്. അപ്പം നമ്മൾ ഷാപ്പിലേക്ക് പോവുകയാണ്. അപ്പം വള്ളത്തിലിരിക്കാൻ പേടിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീന്തൽ അറിയത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പൊടി പോലും വീട്ടിലേക്ക് എത്തത്തില്ലെന്നുള്ള ധാരണയിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. രണ്ടുപേരും പേടിച്ചാണ് ഇരിക്കുന്നത്, എന്നാൽ അത് മുഖത്തൊന്നും കാണിക്കത്തില്ല. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നല്ല ഫ്രണ്ട്ലി ചേട്ടനാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചു, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഷാപ്പിലേക്കാണ്. ആ കാണുന്നതാണ് ഷാപ്പ്. ഒരു ഹൗസ് ബോട്ട് കാണാം. അതാണ് അതിൻ്റെ ഫേസ് തന്നെ, ഷാപ്പിൻ്റെ ഫേസ് തന്നെ ഒരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടിൽ ഫാമിലിക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടും ചെന്ന് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രവേശനമില്ല. ഫാമിലിക്കാണ് ഹൗസ് ബോട്ട്. അപ്പോൾ നമ്മൾ ഷാപ്പിലേക്ക് എത്തി. അപ്പം നമ്മൾ ഷാപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് രാജപുരം ഷാപ്പ്. അപ്പം അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഷാപ്പിലുമുണ്ട്. അപ്പം കയറി വരുമ്പം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകളൊക്കെ. നിരവധി ഹട്ടുകളോ ഇങ്ങനെയൊക്കെ പണിത് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വള്ളത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു വള്ളത്തിലാണ് നമ്മൾ അക്കരയ്ക്ക് വന്നത്. കയറി വന്നപ്പം കിച്ചണിലേട്ടൊക്കെ ആയിപ്പോയി ക്യാമറ. അപ്പോൾ ഇതൊന്നുമല്ല, അപ്പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് നടക്കാനൊന്നുണ്ട്. ഒരുപാട് ഹട്ടുകളൊക്കെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അവസാനം ഫൈനലി നമ്മൾ ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പം തന്നെ നമ്മുടെ ചേട്ടൻ നമുക്ക് ഒരു കുടം കള്ള് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കപ്പ്. അപ്പം കപ്പിലൊഴിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഒരു കപ്പുമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മളൊരു ബീഫ് റോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. ബീഫ് റോസ്റ്റും ഒരു പന്നി ഫ്രൈയുമാണ്. അപ്പം ഡെക്കറേഷനൊക്കെ അടിപൊളിയാണ്. ഒരു കപ്പയും പണിതിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ വിഷു സദ്യയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. അതിന് മാക്സിമം ഞങ്ങൾക്ക് ഇത്ര കഴിക്കാനുള്ള വയറേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നല്ല മുളക് ചാറുണ്ട്. നമുക്ക് ഷാപ്പിൽ മാത്രമേ ഇങ്ങനെ മുളക് ചാറ് കപ്പയുടെ കൂടെ കിട്ടത്തുള്ളൂ. ആ ചാറിങ്ങനെ ഒഴിച്ച്, അത് എരിവിൻ്റെ കാര്യമൊന്നും പറയണ്ട മച്ചന്മാരെ. അപ്പം കള്ള് നമ്മൾ പകർത്ത്, ആദ്യം കള്ളാണല്ലോ നമ്മുടെ മെയിൻ. അപ്പം കള്ള് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഒന്നുകൂടെ പറയുകയാണ്. ആരും മദ്യപിക്കാതിരിക്കുക. ഇതൊക്കെ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കപ്പയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ആ മുളക് ചാറ് മീൻകറിയുടെ ചാറാണ്. അത് നമ്മളിങ്ങനെ ഒന്ന് കറക്കി ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ കപ്പയും അതിൻ്റെ കൂടെ ആ പന്നിയോ ബീഫോ എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ച്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അപ്പം അവിടുത്തെ ടേസ്റ്റൊന്നും എടുത്ത് പറയേണ്ടതില്ല, നല്ല ടേസ്റ്റാണ്. പക്ഷേ ക്വാണ്ടിറ്റിയുടെ കാര്യം അത്രയ്ക്ക് പോരാ. ഫുള്ള് പന്നി എന്ന് പറഞ്ഞാൽ നെയ്യാണ്. സാധാരണ നല്ല ഷാപ്പുകളിലൊക്കെ നല്ല മീറ്റ് മാത്രമായിട്ട് കിട്ടാറുണ്ട്. ഇത് പന്നിക്ക് ഫുള്ള് മീറ്റായിരുന്നു, നല്ല നെയ്യായിരുന്നു. പിന്നെ ബീഫ് റോസ്റ്റിലാണെങ്കിൽ നല്ല ഗ്രേവി നല്ലതായിട്ടുണ്ടായിരുന്നു. പീസുകളൊക്കെ പിന്നെ തപ്പിയെടുക്കേണ്ട വന്നു, അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷാപ്പുകളിലൊക്കെ പോകുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പേര് കേട്ട് നമ്മൾ ഷാപ്പുകളിലൊക്കെ ഒരുപാട് പോവുകയാണെങ്കിലും നമുക്ക്
കിട്ടുന്ന സാധനം ഇതൊക്കെ ആയിരിക്കും. അപ്പം നല്ല ക്വാണ്ടിറ്റി കിട്ടത്തില്ല, ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഷാപ്പിനോട് വിട പറഞ്ഞ് നമ്മൾ തിരിച്ചും നമ്മളെ ആ ബോട്ടിൽ തന്നെ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വള്ളത്തിലാണ് നമ്മൾ വന്നത്. ചേട്ടൻ നമ്മളോട് യാത്ര പറഞ്ഞ് തിരിച്ച് ഷാപ്പിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.